Hello friends, welcome to our channel. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൈക്രോ പ്രോസസർ ആൻഡ് മൈക്രോ കൺട്രോളർ സബ്ജക്റ്റിലെ 8086 പിൻ ഡയഗ്രാം ആണ്. അപ്പോൾ മൈക്രോ പ്രോസസർ ആൻഡ് മൈക്രോ കൺട്രോളർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 8086 മൈക്രോ പ്രോസസർ ആർക്കിടെക്ചർ, അതുപോലെ തന്നെ സിഗ്നൽസ്, മെമ്മറി സെഗ്മെന്റേഷൻ, ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് നോക്കേണ്ടത് അതിൻ്റെ പിൻ ഡയഗ്രാം ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുന്നേ ആയിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ 8086 എന്ന് പറയുന്നത് 16 ബിറ്റ് മൈക്രോ പ്രോസസർ ആണ്. അപ്പോൾ അവിടെ 20 ബിറ്റ് അഡ്രസ് ബസ് ഉണ്ട്, അതുപോലെ തന്നെ ഇന്റേണൽ ഡാറ്റാബേസ് ഉണ്ട്, എക്സ്റ്റേണൽ ഡാറ്റാബേസ് ഉണ്ട്, 16 ബിറ്റ് രജിസ്റ്റേഴ്സ് ഉണ്ട്, അതുപോലെ 16 ബിറ്റ് ALU ഉണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ ആർക്കിടെക്ചർ അതുപോലെ തന്നെ സിഗ്നൽസ് ഒക്കെ പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പിൻ ഡയഗ്രാം ഓഫ് 8086 നോക്കാം. അപ്പോൾ 8086 എന്ന് പറയുന്നത് സിംഗിൾ പ്രോസസറിലും അതുപോലെ തന്നെ മൾട്ടി പ്രോസസറിലും ഓപ്പറേറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ നമുക്ക് നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ 8086 നമ്മൾ പിൻ ഡയഗ്രാം നമ്മൾ എന്തായാലും നോക്കും. കുറച്ച് കാര്യങ്ങൾ നമുക്ക് അതിന് മുന്നായിട്ട് നോക്കാണ്ട്, അതിൻ്റെ ഒരു ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ പിൻ ഡയഗ്രത്തിലെ ഓരോ പിന്നുകൾ എന്ന് പറയുന്നത് പെർട്ടിക്കുലർ ഫംഗ്ഷൻ പെർഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, പിൻ സെർവ് എ പെർട്ടിക്കുലർ ഫംഗ്ഷൻ ഇൻ മിനിമം മോഡ്, അതുപോലെ തന്നെ അതേഴ്സ് ഫംഗ്ഷൻ ഇൻ മാക്സിമം മോഡ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 2 മോഡ്സ് ഓഫ് ഓപ്പറേഷൻ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ, അതായത് മാക്സിമം മോഡ് അതുപോലെ തന്നെ മിനിമം മോഡ് ഓപ്പറേഷൻ. അപ്പോൾ മിനിമം മോഡ് എന്ന് പറഞ്ഞാൽ എന്താ? മിനിമം മോഡ് എന്ന് പറഞ്ഞാൽ സിംഗിൾ പ്രോസസർ മോഡാണ് അല്ലേ, സിംഗിൾ പ്രോസസർ മോഡ്. അതുപോലെ തന്നെ മാക്സിമം മോഡ് എന്ന് പറഞ്ഞാൽ മൾട്ടി പ്രോസസർ മോഡ്. ഓക്കെ, അപ്പോൾ ഓരോ പിന്നുകളും എന്താണ്, ഒരു പർട്ടിക്കുലർ ഫംഗ്ഷൻ പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ അത് പറയുന്നത് ഒന്നെങ്കിൽ എന്തായിരിക്കാം, മിനിമം മോഡിലായിരിക്കാം, അല്ലെങ്കിൽ മാക്സിമം മോഡിലായിരിക്കാം. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് സിഗ്നൽസ് ആണ്. അപ്പോൾ സിഗ്നൽസ് ആർ കാറ്റഗറൈസ് ഇൻ ടു 3 ടൈപ്സ്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കോമൺ സിഗ്നൽസ് ആണ്. കോമൺ സിഗ്നൽസ് ഫോർ ബോത്ത് മിനിമം ആൻഡ് മാക്സിമം മോഡ്. പിന്നെ വരുന്നത് സ്പെഷ്യൽ സിഗ്നൽസ് ആണ്. അപ്പോൾ സ്പെഷ്യൽ സിഗ്നൽസ് എന്ന് പറയുന്നത് ഓൺലി ഫോർ മിനിമം മോഡ് ഉണ്ട്, അതായത് സിംഗിൾ പ്രോസസർ മോഡ്. അതുപോലെ തന്നെ സ്പെഷ്യൽ സിഗ്നൽസ് ഓൺലി ഫോർ മാക്സിമം മോഡ് ഉണ്ട്, അതായത് മൾട്ടി പ്രോസസർ മോഡ്. ഓക്കെ, ഇതാണ് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഇനി നമുക്ക് പിൻ ഡയഗ്രത്തിൽ കിടക്കാം. അപ്പോൾ ഇതാണ് 8086 പിൻ ഡയഗ്രാം. അപ്പോൾ ഇതിൽ മിനിമം മോഡ് സിഗ്നൽസ് ഉണ്ട്, മാക്സിമം മോഡ് സിഗ്നൽസ് ഉണ്ട്, അതുപോലെ കോമൺ സിഗ്നൽസ് ഉണ്ട്. അപ്പോൾ ഓരോ പിന്നിൻ്റെയും ഫങ്ഷൻസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ജസ്റ്റ് നമ്മൾ ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ വരുന്നത് മൊത്തം മിനിമം മോഡ് സിഗ്നൽസ് ആണ്. ദെൻ ഇവിടെ ആണെങ്കിൽ മാക്സിമം മോഡ് സിഗ്നൽസും ഉണ്ട്, അതുപോലെ തന്നെ കോമൺ സിഗ്നൽസും വരുന്നുണ്ട്. ദെൻ ഈ സെക്ഷൻ ആണെങ്കിൽ കോമൺ സിഗ്നൽസ് ആണ് വരുന്നത്. ഇനി അതിൽ ഓരോ പിന്നുകൾ എന്ന് പറയുന്നത് ഓരോ ഗ്രൂപ്പിലാണ്, അതായത് കോമൺ സിഗ്നൽ, അതുപോലെ മാക്സിമം മോഡ് സിഗ്നൽ, മിനിമം മോഡ് സിഗ്നൽസ്, അങ്ങനെയാണ്. അപ്പോൾ നമുക്കതിന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കേണ്ടത് കോമൺ സിഗ്നൽസ് ഫോർ ബോത്ത് മിനിമം ആൻഡ് മാക്സിമം മോഡാണ്. അപ്പോൾ അതിൽ വരുന്നത് അഡ്രസ് ആൻഡ് ഡാറ്റാബേസ് പിന്നുകളാണ് ഇതിൽ വരുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് നോക്കുമ്പോൾ AD0 to AD7, അതായത് മൾട്ടിപ്ലക്സ് അഡ്രസ് ഓർ ഡാറ്റാബേസ്, അതായത് അഡ്രസ്സും പാസ് ചെയ്യാം, അതുപോലെ തന്നെ ഡാറ്റയും പാസ് ചെയ്യാം. അപ്പോൾ ഈ അഡ്രസ് ബിറ്റും ഡാറ്റ ബിറ്റും സെപ്പറേറ്റ് ചെയ്യുന്നത് ALE സിഗ്നൽസ് വെച്ചിട്ടാണ്. അപ്പോൾ ഇതിൽ റൈറ്റ് മോസ്റ്റ് 8 ബിറ്റ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ എന്തായിരിക്കും, മെമ്മറി അഡ്രസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡാറ്റ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ 8086 ആർക്കിടെക്ചറിൽ പറഞ്ഞതാണ് അതിന്റെ സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത് അല്ലെ. അതായത് മെമ്മറിയിൽ എന്താ, ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ക്യൂ ആയിട്ടാണ് അല്ലെ, ക്യൂ സ്ട്രക്ചറിലേക്ക് ഇൻസ്ട്രക്ഷനെ എടുത്തു വെക്കുന്നു. അതിന് എന്ത് ചെയ്യുന്നു, കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്ന ഓരോ ഇൻസ്ട്രക്ഷനെയും ഫെച്ച് ചെയ്യുന്നു, അതിനെന്ത് ചെയ്യുന്നു, ഡീകോഡ് ചെയ്യുന്നു അല്ലെ. ഇൻസ്ട്രക്ഷൻ ഡീകോഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, പിന്നെ പ്രോസസർ എന്ത് ചെയ്യുന്നു, അതിനെ പ്രോസസ് ചെയ്യുന്നു, എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഇൻസ്ട്രക്ഷൻസ് അതുപോലെ തന്നെ ഡാറ്റ എടുക്കണമെങ്കിൽ എന്ത് വേണം, അഡ്രസ്സ് വേണം അല്ലേ. അപ്പോൾ ആ അഡ്രസ്സ് കൊടുത്താലാണ്, ഏത് ലൊക്കേഷനിലാണ് ഉള്ളത് അവിടെ നമുക്ക് ഇൻസ്ട്രക്ഷൻ ഡാറ്റ കിട്ടണമെങ്കിൽ അതിന്റെ അഡ്രസ്സ് കൊടുക്കണം. അപ്പോൾ അഡ്രസ്സ് പാസ് ചെയ്യുന്നത് ഏത് കൂടെയാണ്, അഡ്രസ് ബസ്സിൽ കൂടെയാണ് അല്ലേ. ദെൻ ഡാറ്റ കിട്ടണമെങ്കിൽ
ഡാറ്റാബേസ് വഴിയാണ് ഡാറ്റ കിട്ടുക. ഓക്കെ, അതാണ് അതിന്റെ ബേസിക് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്തുള്ളത് തന്നെയാണ്, പക്ഷെ എന്നാലും ഒന്നുകൂടെ പറഞ്ഞോളൂ. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞു. നെക്സ്റ്റ് എന്താ, AD8 to AD15, അതായത് ഇവിടെ എന്താ ബോത്ത് അഡ്രസ് ഓഫ് ഡാറ്റാബേസ് എന്ത് ചെയ്തിരിക്കുകയാണ്, മൾട്ടിപ്ലെക്സ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് അപ്പർ മൾട്ടിപ്ലെക്സ് അഡ്രസ് ഓഫ് ഡാറ്റാബേസ് ആണ്. ഇവിടെയും അഡ്രസ് ബിറ്റിനെയും അതുപോലെ തന്നെ ഡാറ്റ ബിറ്റിനെയും സെപ്പറേറ്റ് ചെയ്യുന്നത് ALE സിഗ്നൽസ് യൂസ് ചെയ്തിട്ട് തന്നെയാണ്. ഓക്കെ, ALE സിഗ്നൽസ് ഉപയോഗിച്ചാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ A8 to A15 എന്ന് പറയുന്നത് എന്താ, അതായത് അഡ്രസ് ബിറ്റ്. അതുപോലെ D8 to D15 എന്ന് പറയുന്നത് എന്താ, ഡാറ്റാബേസ്. ഓക്കെ, അതായത് AD8 AD15 അഡ്രസ്സും ഡാറ്റാബേസും എന്ന് പറയുന്നത് എന്താ, മൾട്ടിപ്ലെക്സ് ചെയ്തിരിക്കുകയാണ്. അതിൽ A8 to A15 കൂടെ എന്താ എന്ന് പറയുന്നത് അഡ്രസ് ബസ് ആണ്. അതുപോലെ D8 to D15 എന്ന് പറയുന്നത് ഡാറ്റാബേസ് ആണ്. ഇതിലൂടെ എന്ത് ചെയ്യുന്നു, അഡ്രസ് പാസ് ചെയ്യുന്നു. ഇതിലൂടെ ആ അഡ്രസ്സിൽ നിന്ന് ഡാറ്റ കിട്ടി, ആ ഡാറ്റ പാസ് ചെയ്യുന്നു. ഇത് നോക്കേണ്ടത് അഡ്രസ് ഓർ സ്റ്റാറ്റസ് ബസ് ആണ്. അപ്പോൾ അതിൽ പിൻ ഡയഗ്രത്തിൽ A16 or S3 to A19 or S6. ഇവിടെ S എന്ന് പറയുന്നത് എന്താ, സ്റ്റാറ്റസ് ബിറ്റ് ആണ്. അതായത് S3 to S6 എന്ന് പറയുന്നത് സ്റ്റാറ്റസ് ബിറ്റ് ആണ്. ദെൻ A16 to A19 എന്ന് പറയുന്നത് അഡ്രസ് ബസ് ആണ്. അപ്പോൾ അതാണ് പറയുന്നത്, അഡ്രസ് ഓഫ് സ്റ്റാറ്റസ് ബസ് ബിറ്റ്സ് ആർ മൾട്ടിപ്ലെക്സ് ടു പ്രൊവൈഡ് അഡ്രസ് സിഗ്നൽസ് A16 to A19. അതുപോലെ സ്റ്റാറ്റസ് ബിറ്റ്സ് S3 to S6. അതിൽ S6ന്റെ വാല്യൂ എന്ന് പറയുന്നത് ഓൾവേസ് 0 ആയിരിക്കും. പിന്നെ S5 എന്ന് പറയുന്നത് എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടീഷൻസ് ഓഫ് ഇന്ററപ്റ്റ് ഫ്ലാഗ് ബിറ്റ്, അതായത് ഫ്ലാഗ് സെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതിന്റെ കണ്ടീഷൻസ്. പിന്നെ നോക്കേണ്ടത് S3 അതുപോലെ തന്നെ S4 ആണ്. S3 S4 സ്റ്റാറ്റസ് ബിറ്റ് എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സെഗ്മെന്റ് രജിസ്റ്റേഴ്സിനെയാണ്. ഓക്കെ, അത് നമുക്ക് ഡീറ്റെയിൽ ആയി നോക്കാം. ഓക്കെ, അപ്പോൾ S4 and S3. S4 and S3 indicate which segment register is presently being used for memory access. അതായത് 8086 മെമ്മറി കപ്പാസിറ്റി എന്ന് പറയുന്നത് 1 MB ആണ് അല്ലെ. അപ്പോൾ അവിടെ എന്താ 16 ലോജിക്കൽ സെഗ്മെന്റ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സെഗ്മെന്റുകൾ എന്ന് പറഞ്ഞാൽ ഏതാണ്, അതായത് എക്സ്ട്രാ സെഗ്മെന്റ്, അതുപോലെ തന്നെ സ്റ്റാക്ക് സെഗ്മെന്റ്, കോഡ് സെഗ്മെന്റ്, അതുപോലെ തന്നെ ഡാറ്റ സെഗ്മെന്റ്. അപ്പോൾ അത് ഓരോന്ന് പറയുന്നത് എന്താ 64 KB ആണ്. അപ്പോൾ എക്സ്ട്രാ സെഗ്മെന്റിൽ എന്താ ഉണ്ടാവുക, ഇതൊക്കെ അതായത് മെമ്മറിനെ സെഗ്മെന്റുകളാക്കിയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അതിൽ എക്സ്ട്രാ സെഗ്മെന്റ് എന്ന് പറയുന്നത് ഡാറ്റ സെഗ്മെന്റ് ആണ്, അതായത് എക്സ്ട്രാ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതാണ്. ഇനി സ്റ്റാക്ക് സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ അവിടെ സ്റ്റാക്ക് ഡാറ്റ ആയിരിക്കും ഉണ്ടാവുക. കോഡ് സെഗ്മെന്റ് എന്ന് പറഞ്ഞാലോ, അതായത് എക്സിക്യൂട്ടബിൾ പ്രോഗ്രാം കോഡ് എന്ന് പറയുന്നത് കോഡ് സെഗ്മെന്റിലാണ് ഉണ്ടാവുക. ദെൻ ഡാറ്റ സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ ഡാറ്റ അല്ലെ, പെർഫോം ചെയ്യാൻ വേണ്ട ഡാറ്റ ഉണ്ടാവുക ഡാറ്റ സെഗ്മെന്റിലാണ്. അപ്പോൾ ഓരോ സെഗ്മെന്റിൽ നിന്നും കോഡ് ആയിക്കോട്ടെ, എക്സിക്യൂട്ടബിൾ കോഡ്, അതുപോലെ തന്നെ സ്റ്റാക്ക് ഡാറ്റ, അതുപോലെ തന്നെ ഡാറ്റ, ഇതെല്ലാം അസസ് ചെയ്യുന്നത് എന്ത് വഴിയാണ്, രജിസ്റ്റേഴ്സ് വഴിയാണ്, സെഗ്മെന്റ് രജിസ്റ്റേഴ്സ് വഴിയാണ്. അപ്പോൾ 4 ടൈപ്പ് സെഗ്മെന്റ് രജിസ്റ്റേഴ്സ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നതാണ്. എക്സ്ട്രാ സെഗ്മെന്റ് രജിസ്റ്റർ, അതുപോലെ സ്റ്റാക്ക് സെഗ്മെന്റ് രജിസ്റ്റർ, കോഡ് സെഗ്മെന്റ് രജിസ്റ്റർ, അതുപോലെ ഡാറ്റ സെഗ്മെന്റ് രജിസ്റ്റർ. അപ്പോൾ ഇവിടെ S3 അതുപോലെ തന്നെ S4 എന്ന് പറയുന്ന സ്റ്റാറ്റസ് ബിറ്റ് എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ഇപ്പോൾ ഏത് രജിസ്റ്റർ ആണ് മെമ്മറി ആക്സസ് എന്ന് പറയുന്നത് പെർഫോം ചെയ്യുന്നത്. അപ്പോൾ S3 S4 അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് സെഗ്മെന്റ് രജിസ്റ്റർ യൂസ്ഡ് 00. S3 S4ന്റെ വാല്യൂ എന്ന് പറയുന്നത് 00 ആണെങ്കിൽ അവിടെ എന്താ, അതായത് എക്സ്ട്രാ സെഗ്മെന്റ് രജിസ്റ്റേഴ്സ് ആണ്. എക്സ്ട്രാ സെഗ്മെന്റ് രജിസ്റ്റർ ആണ് മെമ്മറി ആക്സസ് എന്ന് പറയുന്നത് ചെയ്യുന്നത്. അപ്പോൾ എക്സ്ട്രാ സെഗ്മെന്റ് അപ്പോൾ എന്താ ചെയ്യുക, എക്സ്ട്രാ സെഗ്മെന്റ് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് എന്താ ചെയ്യുക, അതായത് എക്സ്ട്രാ സെഗ്മെന്റിലുള്ള ഡാറ്റേനെ രജിസ്റ്റേഴ്സിലേക്ക് കൊണ്ടുവരുന്നു. ദെൻ 01 എന്ന് പറയുന്നത് ആണെങ്കിൽ സ്റ്റാക്ക് സെഗ്മെന്റ് രജിസ്റ്റേഴ്സ് ആണ്. അപ്പോൾ സ്റ്റാക്ക് സെഗ്മെന്റ് രജിസ്റ്റേഴ്സ് ആണെങ്കിൽ എന്ത് ചെയ്യും, രജിസ്റ്റേഴ്സിലേക്ക് സ്റ്റാക്ക് സെഗ്മെന്റിൽ നിന്ന് സ്റ്റാക്ക് ഡാറ്റ എന്ന് പറയുന്നത് രജിസ്റ്റേഴ്സിലേക്ക് കൊണ്ടുവരുന്നു. ഇനി 10 ആണെങ്കിൽ എന്താ, കോഡ് സെഗ്മെന്റ് രജിസ്റ്റേഴ്സ് ആണ് മെമ്മറി ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ കോഡ് സെഗ്മെന്റ് രജിസ്റ്റേഴ്സ് എന്താ ചെയ്യുന്നത്, അതായത് മെമ്മറിയിലെ
കോഡ് സെഗ്മെന്റിൽ നിന്ന് എക്സിക്യൂട്ടബിൾ കോഡിനെ എന്ത് ചെയ്യുന്നു, രജിസ്റ്റേഴ്സിലേക്ക് കൊണ്ടുവരുന്നു അല്ലെ. ദെൻ 1 ആണെങ്കിലോ, അതായത് ഡാറ്റ സെഗ്മെന്റ് രജിസ്റ്റേഴ്സ് ആണ്. അപ്പോൾ ഡാറ്റ സെഗ്മെന്റ് രജിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഡാറ്റ സെഗ്മെന്റിൽ നിന്ന് ഡാറ്റേനെയാണ് എന്ത് ചെയ്യുന്നത്, പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് S3 ആൻഡ് S4 സ്റ്റാറ്റസ് ബിറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഏത് സെഗ്മെന്റ് രജിസ്റ്റേഴ്സ് ആണ് മെമ്മറി ആക്സസ് പെർഫോം ചെയ്യുന്നത്, അതായത് മെമ്മറി ആക്സസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഏത് രജിസ്റ്റേഴ്സ് ആണ്, അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് S3 ആൻഡ് S4 എന്ന് പറയുന്ന സ്റ്റാറ്റസ് ബിറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് BHE ബാർ ഓർ SN, അതായത് ബസ് ഹൈ എനേബിൾ സിഗ്നൽ. ഇതെന്ന് പറയുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ട്രാൻസ്ഫർ ഓഫ് ഡാറ്റ ഓവർ ദി ഹൈ ഓർഡർ. ഓക്കെ, അതായത് D15 to D8. ഓക്കെ, നെക്സ്റ്റ് എന്താ, റീഡ് സിഗ്നൽ RD ബാർ. അപ്പോൾ റീഡ് സിഗ്നൽ എന്ന് പറയുന്നത് ലോജിക് 0 ആണെങ്കിൽ എന്ത് ചെയ്യാം, ഡാറ്റ ബസ്സിന് ഡാറ്റേനെ മെമ്മറിയിൽ നിന്ന് അല്ലെങ്കിൽ IO ഡിവൈസിൽ നിന്ന് റിസീവ് ചെയ്യും. ഓക്കെ, ദെൻ റെഡി. റെഡി എന്ന് പറയുന്നത് അക്നോളജ്മെന്റ് ആണ്, അതായത് മെമ്മറി ഡാറ്റ ട്രാൻസ്ഫർ കംപ്ലീറ്റ് ആക്കുമ്പോൾ ജനറേറ്റ് ചെയ്യുന്ന അക്നോളജ്മെന്റ് ആണ് റെഡി. അതെന്ന് പറയുന്നത് എന്താവും, ഇപ്പോൾ ഹൈ ആയിട്ട് എനേബിൾ ചെയ്യും. ഇനി നമുക്ക് നോക്കേണ്ടത് INTR. INTR എന്ന് പറഞ്ഞാൽ ഇന്ററപ്റ്റ് റിക്വസ്റ്റ് ആണ്, അതായത് എന്ത് ചെയ്യുന്നു, റിക്വസ്റ്റ് എ ഹാർഡ്വെയർ ഇന്ററപ്റ്റ്. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുന്നത് എപ്പോഴാണ്, വെൻ ഇന്ററപ്റ്റ് ഫ്ലാഗ് ഈസ് സെറ്റ്. ഓക്കെ, ദെൻ ടെസ്റ്റ് ബാർ. അപ്പോൾ ദിസ് ഇൻപുട്ട് ഈസ് ടെസ്റ്റഡ് ബൈ വെയിറ്റ് ഇൻസ്ട്രക്ഷൻ. അപ്പോൾ ഇൻപുട്ട് എന്ന് പറയുന്നത് ലോ ആണെങ്കിൽ എന്ത് ചെയ്യും, എക്സിക്യൂഷൻ വിൽ കണ്ടിന്യൂ. ഇനി ലോ അല്ലെങ്കിൽ എന്ത് ചെയ്യും, പ്രോസസർ റിമെയിൻസ് ഇൻ ആൻ ഐഡിയൽ സ്റ്റേറ്റ്. ഓക്കെ, അതാണ് ടെസ്റ്റ് ബാർ. ഇനി NMI നോൺ മാസ്കബിൾ ഇന്ററപ്റ്റ്. ഇതെന്ന് പറയുന്നത് സെയിം INTR സിമിലർ തന്നെയാണ്, പക്ഷേ ഒരു ഡിഫറൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്തായിരുന്നു, ഇവിടെ ഇന്ററപ്റ്റ് റിക്വസ്റ്റ് എന്ന് പറയുന്നത് അലോ ചെയ്യുന്നത് എപ്പോഴാണ്, അതായത് ഫ്ലാഗ് സെറ്റ് ചെയ്യുമ്പോഴാണ്, അതായത് ഇന്ററപ്റ്റ് ഫ്ലാഗ് സെറ്റ് ചെയ്യുമ്പോഴാണ് അല്ലെ. പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് നോൺ മാസ്കബിൾ ഇന്ററപ്റ്റ്, അതായത് ഇന്ററപ്റ്റ് ഫ്ലാഗ് സെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും നോക്കില്ല. ഓക്കെ, അതാണ് NMI നോൺ മാസ്കബിൾ ഇന്ററപ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് എന്താ, റീസെറ്റ്. അപ്പോൾ റീസെറ്റ് എന്ന് പറഞ്ഞാല് റീസ്റ്റാർട്ട് ചെയ്യുക, അതായത് 8086 മൈക്രോ പ്രോസസർ എന്ന് പറയുന്നത് വീണ്ടും എന്ത് ചെയ്യുന്നു, റീസ്റ്റാർട്ട് ചെയ്യുന്നു അതിന്റെ എക്സിക്യൂഷൻ എന്ന് പറഞ്ഞാൽ. റീസ്റ്റാർട്ട് എക്സിക്യൂഷൻ ഫ്രം മെമ്മറി ലൊക്കേഷൻ, അതായത് ഈ അഡ്രസ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇനി നമുക്ക് നോക്കേണ്ടത് CLK, അതായത് ക്ലോക്ക് ഇൻപുട്ട്. അതായത് പ്രോസസറിൽ എന്ത് ഫംഗ്ഷൻ ചെയ്യണമെങ്കിലും എന്ത് വേണം, അതായത് ക്ലോക്ക് സൈക്കിളിലാണല്ലേ ചെയ്യുന്നത്. ഓരോ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഓരോ ക്ലോക്ക് സൈക്കിളിലാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ക്ലോക്ക് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു, പ്രൊവൈഡ് ബേസിക് ടൈമിംഗ് ഇൻപുട്ട് സിഗ്നൽ ഫോർ പ്രോസസർ ആൻഡ് ബസ് കൺട്രോൾ ഓപ്പറേഷൻ. അതായത് ബസ് കൺട്രോൾ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, അതായത് അഡ്രസ് ബസ്, ഡാറ്റ ബസ്, അതിന്റെ അതായത് അഡ്രസ് എടുക്കുന്നു, അതുപോലെ തന്നെ ഡാറ്റ എടുക്കുന്നു, ആ ഓപ്പറേഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അതിലെ ബസ് കൺട്രോൾ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാല്. അപ്പോൾ അതിലേക്ക് വേണ്ട ടൈമിംഗ് ഇൻപുട്ട് സിഗ്നൽസ് കൊടുക്കുന്ന ആരാണ്, ക്ലോക്ക് ഇൻപുട്ടാണ്. ഇനി നോക്കേണ്ടത് VCC + 5 വോൾട്ട്. ഇതെന്ന് പറഞ്ഞാൽ എന്താ, പവർ സപ്ലൈ ആണ് അല്ലേ. പവർ സപ്ലൈ ഫോർ ദി ഓപ്പറേഷൻ ഓഫ് ഇന്റേണൽ സർക്യൂട്ട്. നെക്സ്റ്റ് എന്താ, GND. GND എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ഫോർ ദി ഇന്റേണൽ സർക്യൂട്ട്. ദെൻ MN or MX ബാർ, അതായത് മിനിമം മോഡ് ആയിരിക്കാം. അതായത് രണ്ട് ടൈപ്സ് ഓപ്പറേഷൻ ഉണ്ടല്ലോ, അതായത് മിനിമം മോഡ് അതുപോലെ തന്നെ മാക്സിമം മോഡ് ഓപ്പറേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ മുന്നത്തെ ക്ലാസ് കാണാത്തവരാണെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക, കാരണം അതിന്റെ കണ്ടിന്യൂവേഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ ഈ പിൻ ഡയഗ്രാം നമ്മൾ പറയുന്നത്. അപ്പോൾ ചില കാര്യങ്ങൾ ആദ്യമായിട്ട് ഈ വീഡിയോ ആണ് കാണുന്നതെങ്കിൽ ചില കാര്യങ്ങൾ മനസ്സിലായെന്ന് വരില്ല, കാരണം ആർക്കിടെക്ചറിൽ നമ്മൾ അത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് ഓരോന്നും പറഞ്ഞു പോയിട്ടുള്ളത്. അപ്പൊ അത് മനസ്സിലാവാണ്ട് പെട്ടെന്ന് ഇത് ഡയറക്റ്റ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഇത് കാണാത്തവരാണെങ്കിൽ ആർക്കിടെക്ചർ 8086ന്റെ ആർക്കിടെക്ചർ സിഗ്നൽസ് കാണാത്തവരാണെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഓക്കെ, അപ്പോൾ
ഇവിടെ ലോജിക് 1 ആണെങ്കിൽ എന്താ റെപ്രസെന്റ് ചെയ്യുന്നത്, അതായത് മിനിമം മോഡ് ഓഫ് ഓപ്പറേഷൻ ആണ് അല്ലെങ്കിൽ മാക്സിമം മോഡ് ഓഫ് ഓപ്പറേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കോമൺ സിഗ്നൽസിന്റെ. ഇനി നമുക്ക് നോക്കേണ്ടത് മിനിമം മോഡ് അതുപോലെ തന്നെ മാക്സിമം മോഡ് സിഗ്നൽസ്. ഇനി നമുക്ക് നോക്കേണ്ടത് മിനിമം മോഡ് സിഗ്നൽസ്. അപ്പൊ അതിൽ ഫസ്റ്റ് പറയുന്നത് എം ഓർ IO ബാർ. അപ്പോൾ എം ഓർ IO ബാർ സിഗ്നൽസ് എന്ന് പറയുന്നത് സെലക്ട് എയ്തർ മെമ്മറി ഓപ്പറേഷൻ ഓർ IO ഓപ്പറേഷൻ. ഓക്കെ, അപ്പോൾ ദിസ് ലൈൻ ഇൻഡിക്കേറ്റ് അഡ്രസ് ബസ് കണ്ടെയ്ൻ എയ്തർ എ മെമ്മറി അഡ്രസ് ഓർ IO പോർട്ട് അഡ്രസ്. ഓക്കെ, നെക്സ്റ്റ് എന്താ INTA ബാർ. അതായത് നേരത്തെ നമ്മൾ INTR ബാർ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അതായത് എന്താ ഇന്ററപ്റ്റ് റിക്വസ്റ്റ്. അപ്പൊ അതിനുള്ള റെസ്പോൺസ് ആണ് INTA ബാർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് ALE ആണ്. അപ്പോൾ ALE എന്ന് പറയുമ്പോൾ അഡ്രസ് ലാച്ച് എനേബിൾ. ഓക്കെ, അപ്പോൾ ദിസ് ഔട്ട്പുട്ട് സിഗ്നൽ ഇൻഡിക്കേറ്റ്സ് അവൈലബിലിറ്റി ഓഫ് വാലിഡ് അഡ്രസ് ഓൺ ദി അഡ്രസ് ഓർ ഡാറ്റാബേസ്. അപ്പോൾ അഡ്രസ് ഓർ ഡാറ്റാബേസിൽ എന്താ നമ്മൾ അഡ്രസ് കൊടുക്കുന്നുണ്ട്. ആ അഡ്രസ് വെച്ചിട്ട് ആ ലൊക്കേഷനാണ് ഇൻസ്ട്രക്ഷൻ അതുപോലെ ഡാറ്റ കിട്ടുന്നത്. അപ്പോൾ ആ പർട്ടിക്കുലർ ലൊക്കേഷൻ എന്നുള്ളത് ആ ലൊക്കേഷനിൽ നിന്ന് ഇപ്പോൾ കറന്റ് ആ ലൊക്കേഷൻ എന്താണ് അതിൽ നിന്ന് എടുത്തുകൊണ്ടിരിക്കുകയാണ്, ഡാറ്റ എടുക്കുകയാണ്, അവിടെ പ്രോസസ്സിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് വിചാരിക്കുക. അപ്പോൾ എന്താവില്ല, അവൈലബിൾ ആവോ? ഇല്ല. അതാണ് പറയുന്നത് അവൈലബിലിറ്റി ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ദിസ് ഔട്ട്പുട്ട് സിഗ്നൽ ഇൻഡിക്കേറ്റ്സ് അവൈലബിലിറ്റി ഓഫ് എ വാലിഡ് അഡ്രസ് ഓൺ ദി അഡ്രസ് ഓഫ് ഡാറ്റാബേസ്. ഓക്കെ, നെക്സ്റ്റ് എന്താ DT ഓർ R ബാർ. അതായത് ഡാറ്റ ട്രാൻസ്മിറ്റ് ഓർ റിസീവ്. അപ്പോൾ ദിസ് ഔട്ട്പുട്ട് സിഗ്നൽ ഡിസൈഡ് ഡയറക്ഷൻ ഓഫ് ഡാറ്റ ഫ്ലോ ത്രൂ ദി ബൈഡയറക്ഷണൽ ബഫർ. ഡയറക്ഷൻ ഓഫ് ഡാറ്റ ഫ്ലോ. അപ്പോൾ അതിൽ 1 ആണെങ്കിൽ എന്താണ് ട്രാൻസ്മിറ്റിംഗ് ഡാറ്റ, 0 ആണെങ്കിലോ റിസീവിംഗ് ഡാറ്റ. ഓക്കെ ഓക്കെ നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് DEN ബാർ. അതായത് DEN ബാർ എന്ന് പറഞ്ഞാൽ ഡാറ്റ എനേബിൾ സിഗ്നൽ. ഓക്കെ, ദെൻ ദിസ് സിഗ്നൽ ഇൻഡിക്കേറ്റ്സ് അവൈലബിലിറ്റി ഓഫ് വാലിഡ് ഡാറ്റ ഓവർ ദി അഡ്രസ് ഓർ ഡാറ്റ ലൈൻസ്. ഓക്കെ, അവൈലബിലിറ്റി ഓഫ് ഡാറ്റനെ ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് ഡാറ്റ എനേബിൾ സിഗ്നൽ. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് WR ബാർ. അപ്പോൾ WR ബാർ എന്ന് പറയുന്നത് റൈറ്റ് സിഗ്നൽ. അപ്പോൾ റൈറ്റ് സിഗ്നല് ലോജിക് 0 ആണെങ്കിൽ ഡാറ്റ എന്ത് ചെയ്യും, ഡാറ്റാ ബസ് കൂടെ മെമ്മറി ഓർ IO ഡിവൈസിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. ഇഫ് ലോജിക് 0 എന്ത് ചെയ്യും, ഡാറ്റാ ബസ് ട്രാൻസ്മിറ്റ് ദി ഡാറ്റ ടു മെമ്മറി ഓർ IO ഡിവൈസ്. 1 ആണെങ്കിൽ എന്ത് ചെയ്യുക, നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ 0 എന്ന് പറയുമ്പോൾ എന്താ, അതായത് ഇൻസ്ട്രക്ഷൻ എല്ലാം പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞു, ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് മെമ്മറി അല്ലെങ്കിൽ IO ഡിവൈസിലെ മെമ്മറി ഓർ IO ഡിവൈസിലേക്ക് കൊടുക്കും. അതാണ് ലോജിക് 0. ലോജിക് 1 ആണെങ്കിൽ എന്താ, അതായത് ഇൻസ്ട്രക്ഷൻ പ്രോസസ്സ് ചെയ്യണം, അതിന് എന്ത് വേണം, ഡാറ്റ വേണം. അപ്പോൾ മെമ്മറി ഓർ IO ഡിവൈസിൽ നിന്ന് ഡാറ്റനെ എടുക്കണം. ഓക്കെ, അപ്പോൾ അതാണ് റൈറ്റ് സിഗ്നൽ പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ഇനി നോക്കേണ്ടത് ഹോൾഡ് ഇൻപുട്ട് ആണ്. അപ്പോൾ ഹോൾഡ് ഇൻപുട്ട് റിക്വസ്റ്റ് ഡയറക്റ്റ് മെമ്മറി ആക്സസ്. അതായത് ലോജിക് 1 ആണെങ്കിൽ എന്ത് ചെയ്യാണ്, സ്റ്റോപ്പ് എക്സിക്യൂഷൻ. എന്നിട്ട് എന്ത് ചെയ്യും, പ്ലേസസ് ഇറ്റ്സ് അഡ്രസ് ഡാറ്റ ആൻഡ് കൺട്രോൾ ബസ്. അതാണ് ഹോൾഡ്. നെക്സ്റ്റ് എന്താ HLDA, അതായത് ഹോൾഡ് അക്നോളജ്മെന്റ്. അതായത് ഇതെന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, അതായത് 8086 എൻറ്റർ ഇൻടു ഹോൾഡ് സ്റ്റേറ്റ്. അപ്പോൾ ഇതിനുള്ള അക്നോളജ്മെന്റ് ആണ് ഇതെന്ന് പറയുന്നത്, ഹോൾഡ് അക്നോളജ്മെന്റ്. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് മാക്സിമം മോഡ് സിഗ്നൽ. ഓക്കെ, അപ്പൊ അതിൽ ഫസ്റ്റ് പറയുന്നത് S2 ബാർ, S1 ബാർ, S0 ബാർ. ഇതെന്താ സ്റ്റാറ്റസ് ലൈൻ. നമ്മൾ നേരത്തെ S3 തൊട്ടുള്ളതാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് എന്തിലായിരുന്നു, കോമൺ സിഗ്നൽ ആയിരുന്നു അല്ലെ. ഇതെന്ന് പറയുന്നത് മാക്സിമം മോഡ് സിഗ്നൽസ് ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് ചെയ്യുന്നത്, ദിസ് സ്റ്റാറ്റസ് ലൈൻസ് റിഫ്ലെക്ട്സ് ദി ടൈപ്പ് ഓഫ് ഓപ്പറേഷൻ ബീങ് ക്യാരിഡ് ഔട്ട് ബൈ ദി പ്രോസസർ. അപ്പൊ അത് എൻകോഡ് ചെയ്യുമ്പോൾ S2 bar, S1 bar, S0 bar and the function carried out by the processor. Okay, അപ്പോൾ 000 ആണെങ്കിൽ എന്താ, interrupt acknowledge. Then 001 ആണെങ്കിൽ read IO port. Then 010 write IO port.
0 1 1 halt, then 1 0 0 code access, 1 0 1 read memory, അതുപോലെ 1 1 0 എന്ന് പറയുമ്പോൾ write memory, then 1 1 1 passive inactive. ഓക്കെ, അത് ലോക്ക് ബാർ ആണ്. അപ്പോൾ ലോക്ക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സിസ്റ്റത്തിലേക്കുള്ള എല്ലാ പെരിഫറൽസിനെയും എന്ത് ചെയ്യുന്നു? ലോക്ക് ചെയ്യുന്നു. അതായത് സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്തുള്ള പെരിഫറൽസിനെല്ലാം ലോക്ക് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് QS1 ആൻഡ് QS0. ഇതെന്ന് പറയുന്നത് ക്യൂ സ്റ്റാറ്റസ്. അതായത് നമ്മൾ ആർക്കിടെക്ചറിൽ പറഞ്ഞതാണ്, അതായത് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ ക്യൂവിലാണ് അല്ലേ ഓരോ ഇൻസ്ട്രക്ഷനും വെക്കുന്നത് അല്ലേ. എന്നിട്ട് എന്താണ് ഫസ്റ്റ് ഔട്ട് ടോട്ടലാണ്. കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത് ഓരോ ഇൻസ്ട്രക്ഷൻ എടുക്കുന്നതും പിന്നെന്താ ഡീകോഡ് ചെയ്യുന്നു, ദെൻ പ്രോസസ് ചെയ്യുന്നു. അപ്പോൾ QS1 ആൻഡ് QS0 ക്യൂ സ്റ്റാറ്റസ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താ ചെയ്യുന്നത്? ദിസ് ഷോ ദി സ്റ്റാറ്റസ് ഓഫ് ദി ഇന്റേണൽ ഇൻസ്ട്രക്ഷൻ ക്യൂ. അതായത് ഇൻസ്ട്രക്ഷൻ ക്യൂവിൻ്റെ സ്റ്റാറ്റസിനെയാണത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് എൻകോഡ് ചെയ്യുമ്പോൾ QS1 QS0 ദെൻ ഫംഗ്ഷൻ. അപ്പോൾ 0 0 ആണെങ്കിൽ എന്താ? നോ ഓപ്പറേഷൻ. ക്യൂ എന്ന് പറയുന്നത് എന്താണ്? ഐഡിയൽ ആണ്. ദെൻ 0 1 ആണെങ്കിൽ ഫസ്റ്റ് ബൈറ്റ് ഓഫ് ഓപ്പ് കോഡ്, അതായത് ഫസ്റ്റ് എടുത്തു വെച്ചു. ദെൻ 1 0 ആണെങ്കിൽ എന്താ? ക്യൂ ഈസ് എംപ്റ്റി. ദെൻ 1 1 ആണെങ്കിൽ സബ്സീക്വന്റ് ബൈറ്റ് ഓഫ് കോഡ്. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് റിക്വസ്റ്റ് ഓർ ഗ്രാൻഡ് പിൻ ആണ്. എന്ന് പറയുന്നത് യൂസ്ഡ് ബൈ അതർ ലോക്കൽ ബസ് മാസ്റ്റേഴ്സ് ടു ഫോഴ്സ് ദി പ്രോസസർ ടു റിലീസ് ദി ലോക്കൽ ബസ് അറ്റ് ദി എൻഡ് ഓഫ് കറന്റ് ബസ് സൈക്കിൾ. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുന്നത് എന്താ? മാക്സിമം മോഡ് സിഗ്നൽ ആണ്, അതായത് മൾട്ടി പ്രോസസേഴ്സ് ആണ് അല്ലേ. അപ്പോൾ ഒരു പ്രോസസർ അതിന്റെ എൻഡ് ഓഫ് ബസ് സൈക്കിൾ ആകുമ്പോൾ അതിന്റെ ലോക്കൽ ബസ് എന്ന് പറയുന്നത് വേറൊരു പ്രോസസറിന് ആവശ്യമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? അത് ഫോഴ്സ് ചെയ്യുന്നു. അതാണ് റിക്വസ്റ്റ് ഓർ ഗ്രാൻഡ് പിൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പൊ ഇന്ന് നമ്മൾ നോക്കിയത് 8086 പിൻ ഡയഗ്രാം ആണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ, അതായത് 8086 ആർക്കിടെക്ചർ അതുപോലെ തന്നെ സിഗ്നൽസ് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ് കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക, നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. അതിനുശേഷം ഇത് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ മനസ്സിലാകാൻ പറ്റും, കാരണം അത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് അതിൽ ഓരോന്നും ഓരോ കമ്പോണൻസ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പം അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ് ശരിക്കും പിൻ ഡയഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ അതുവരെ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.